നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സെന്റ് ആൻഡ്സ് കോൺവെന്റിലെ ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ് എന്ത് മാത്രം ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. നിങ്ങളോടുകൂടെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു അരുൾ ചെയ്തു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അധ്യക്ഷന്റെ ഒരു ഇടയലേഖനമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈസ്റ്റർ 4-ാം ഞായറായി ഇന്ന് സഭ നല്ലിടയൻ ഞായറായി ആഘോഷിക്കുന്നു. ഈ ദിവസം നല്ലിടയനായ യേശുവിന്റെ ചിത്രമാണ് നാം ധ്യാനിക്കുന്നത്. ആടുമാടുകളുടെ കൂട്ടത്തെ ഒരു വടിയുമായി നയിക്കുന്ന ഇടയന്റെ ചിത്രം നമ്മുടെ മനസ്സുകളിലുണ്ട്. അതുപോലെ മുടന്തുള്ള തളർന്നുപോയ ആടിനെ തോളിലേറ്റുകയും നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുകയും ചെയ്യുന്ന ഇടയന്റെ രൂപവും നമ്മുടെ ഹൃദയങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ലോകത്തിൽ പ്രകാശമാകാൻ അവർക്ക് കൃപ നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ും
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ ഈ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കൽ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡനം സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അങ്ങേ പുത്രന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത അജഗണത്തെ നിത്യമായ മേച്ചു സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ തിരുവുള്ളമാവുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. തലവെഞ്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഏകജാതിന്റെ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിന്റെയും ദത്തെടുപ്പിന്റെയും ദാനം നിങ്ങൾക്ക് നൽകാൻ കഴിവുണ്ടായ ദൈവം തന്റെ കൃപയാൽ ആനന്ദഭരിതരാകാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിന്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യ അവകാശത്തെ പങ്കാളികളായി തീരാൻ ഇടയാകുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണിഞ്ഞ് എന്ന് നിലനിൽക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. ഞാൻ ഇതൊക്കെ Sister Rose.